പിന്നെ ലീക്ക് ആയി കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് ഒരു സ്മെല്ലോട് തിരിച്ചറിയാൻ വേണ്ടി എന്താണ് ഈഥൈൽ മെർക്യാപ്റ്റൻ്റെ കെമിക്കലിനകത്ത് ആഡ് ചെയ്തു. അപ്പം ഗ്യാസ് ലീക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു സ്മെല്ല് കിട്ടുന്നത് വെച്ചാൽ ഈ കെമിക്കലിൻ്റെ സ്മെല്ലാണ്. അപ്പോൾ അത് നമുക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി ഗ്യാസ് ലീക്ക് ഉണ്ട്. അപ്പോൾ ഗ്യാസ് ലീക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടിൽ ഗ്യാസിന്റെ സ്മെല്ല് അനുഭവപ്പെട്ടാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഏറ്റവും മെയിൻ ഈ സ്വിച്ചുകളൊന്നും ഓപ്പറേറ്റ് ചെയ്യും. അതായത് ഓണായിരിക്കും ഓഫാക്കാനും പാടില്ല, ഓഫായിരിക്കുന്നു ഓണാക്കാനും പാടില്ല. കാരണം ഏത് ഓപ്പറേഷനും അതിനകത്ത് സ്പാർക്ക് ഉണ്ടാകും. നമുക്ക് സ്പാർക്കായിട്ട് ഉണ്ടാവുമല്ലോ, ചെറിയൊരു സ്പാർക്ക് വരുന്നത്, ആ സ്പാർക്കാണ് ഗ്യാസിനെ പിടിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗ്യാസിന്റെ സ്മെല്ല് അടിച്ചാൽ ഒരു കാരണവശാൽ ഇലക്ട്രിക് സ്വിച്ചുകളെ ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ വീടുകളിൽ ഇപ്പം പൂജാദീപങ്ങളോ അല്ല അഗർബത്തീസോ പിന്നെ ചില ഇങ്ങനെ എന്താ പറയുന്നത് ഈ ചാട്ടടി കത്തുന്ന ബൾബില്ലേ ഇതൊന്നും കിച്ചണിൽ ഉപയോഗിക്കരുത്. ചില മതപരമായിട്ട് ഇങ്ങനെ വെക്കാറുണ്ട്. അപ്പം കിച്ചൺ തുറസായ സ്ഥലത്തായിരിക്കും. ഇപ്പൊ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം തുറസായ സ്ഥലം ഉണ്ടാവില്ല, അടുത്ത സ്ഥലം വീടായിരിക്കും. അപ്പം എത്രയും പെട്ടെന്ന് നമ്മുടെ റൂമിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം അത് നനഞ്ഞ രാത്രി കൂടിയിട്ട് അതിന് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ എമർജൻസി സെല്ലിൽ വിളിക്കുക. അപ്പൊ ഗ്യാസ് ഏജൻസി വിളിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞായറാഴ്ച ഗ്യാസ് ഏജൻസി ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഡേയ്സിനും ഉണ്ടാവില്ല. അപ്പോൾ ഗ്യാസ് ഏജൻസി വിളിക്കുന്നത് എപ്പോഴും പ്രാക്ടിക്കലല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഓയിൽ കമ്പനിയുള്ള 1906 ഒരു നമ്പർ അത് നോയിഡയിലാണ്. അതിൻ്റെ അതായത് ഓൾ ഇന്ത്യ ബേസിൽ 1906 എമർജൻസിനാണ് ഇപ്പം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുകയാണ്. ഒരു മാസമായിട്ടുള്ളൂ. അപ്പം എല്ലാ പ്രാദേശിക ഭാഷകളും ചാനൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ മൊബൈലിൽ നിന്നോ ഈ 1906 കോൾ ചെയ്യുക, ഇന്ന കൺസ്യൂമർ നമ്പർ ലീക്ക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിതിൻ സെക്കൻഡ്സ് തൊട്ട് അവിടുത്തെ ഇൻഫർമേഷൻ, അതായത് നിങ്ങൾ ഏത് ഏരിയയിലാണ് വിളിക്കുന്നത് ആ ഗ്യാസ് ഏജൻസിയോട് അത് ബന്ധപ്പെട്ട അതിൻ്റെ